പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരു ദിവസം കൂടി കൃപയുടെ വലിയൊരു അഭിഷേകം, വിടുതലിൻ്റെ വലിയൊരു അഭിഷേകം, സൗഖ്യത്തിൻ്റെ വലിയൊരു അഭിഷേകം സ്വന്തമാക്കാനായിട്ട് നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ദിവസം നമുക്കെല്ലാവർക്കും ആത്മാവിൻ്റെ വലിയൊരു നിറവ് നമുക്ക് അനുഭവിക്കാനായിട്ട് തയ്യാറാകാം. ഈ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, വിടുതൽ, അത് ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില സാക്ഷ്യം മാത്രം അച്ഛന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ച് നന്ദി പറയുകയും അതേ ബന്ധനത്തിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ അഭിഷേകം കിട്ടുവാറാകാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്കെല്ലാം സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുകയും ആത്മാവിൽ നിറയുകയും ചെയ്യാം. വലിയ സാക്ഷ്യം ഈ നാളുകൾ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഒരു കുട്ടിക്കുണ്ടായ അത്ഭുതകരമായ സൗഖ്യമാണ്. ഒരു കുഞ്ഞിന് രോഗം വന്നിട്ട്, ഗൗരവമേറിയ രോഗം വന്നിട്ട് അത് വർദ്ധിച്ച് അവസാനം അതിൻ്റെ സംസാരശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒട്ടും സംസാരിക്കാൻ മേലാത്ത, ഒട്ടും ഒരു അക്ഷരം പോലും ഇണ്ടാത്ത അവസ്ഥയിലെത്തി. സംസാരശേഷി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഇവരുടെ കൃപാഭിഷേകം എന്ന ഒരു ബൈബിൾ കൺവെൻഷൻ, ഇവിടുത്തെ നമ്മുടെ കൺവെൻഷനിൽ വന്ന് ഈ കുഞ്ഞുമായിട്ട് വന്നിട്ട് അമ്മ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, നഷ്ടപ്പെട്ടു പോയ ഈ സംസാരശേഷി ഈ കുഞ്ഞിന് തിരികെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതം അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പങ്കെടുത്ത് പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ ദൈവം പ്രവർത്തിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതകരമായിട്ട് സംസാരശക്തി ദൈവം തിരിച്ചു കൊടുത്തു. അതിനവർ ദൈവത്തിന് കൊടാനുകൂടി നന്ദി അവർ അർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വലിയൊരു അത്ഭുതം, വലിയൊരു സംഭവമാണിത്. ഇതുപോലെ പല കുഞ്ഞുങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരം നഷ്ടപ്പെട്ടു പോയ, സംസാരശേഷി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതിന് കർത്താവ് നന്ദി പറയുന്നു. പ്രീതി എന്നൊരു കുഞ്ഞാണ്. കുഞ്ഞിനോട് ദൈവത്തിന് നന്ദി പറയാം. ആ കുഞ്ഞിലൂടെ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സർവശക്തി ഈ ലോകം മുഴുവനും അറിയാൻ ഇടയാകട്ടെ. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന തിരുവചനം വളരെ അഭിഷേകത്തിൻ്റെ വചനമാണ് കേൾക്കാൻ പോവുക. സങ്കീർത്തനം 39 1 മുതലുള്ള വചനം. ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം അനുഭവിക്കാൻ സാധിക്കാത്തതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുക. മറ്റൊന്നുമല്ല, നാവിൻ്റെ നിയന്ത്രണം. നമ്മുടെ നാവ് വിശുദ്ധമാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും വിശുദ്ധമായിരിക്കും, കൃപയിലായിരിക്കും. വചനം പറയുന്നുണ്ട്, യാക്കോബ് ലേഖനം 3 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുക, എൻ്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ആത്മീയ ജീവിതത്തിൻ്റെ 1-ാം പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശബ്ദതയാണ്. അത് നാവിൻ്റെ നിയന്ത്രണമാണ്. ഈ നാവിൻ്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പല പാപവും നമ്മുടെ ജീവിതത്തിൽ കയറി വരികയില്ല. തിന്മയുടെ അന്ധകാര ശക്തികൾ നമ്മളെ പീഡിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. ഇന്ന് പല കുടുംബങ്ങളിലുണ്ട്, സംസാരിച്ച് അവസാനം കുടുംബത്തിൽ വഴക്കേൽ തീരുന്നു. നല്ല ചില ആലോചനകളുമായിട്ട് തുടങ്ങുന്നു, അവസാനം പ്രശ്നമായിട്ട് തീരുന്നു. കാരണം നാവിലൂടെയുള്ള സംസാരങ്ങൾ, ചില മൂർച്ചയുള്ള വാക്കുകൾ, വേദനിക്കുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം കുടുംബ ബന്ധങ്ങൾ പോലും തകരുന്നു. ചിലരൊക്കെ പറയുന്നത്, എൻ്റെ നാവിൻ്റെ നിയന്ത്രണത്തിലല്ല, ഞാൻ അമിത കോപിയായ വ്യക്തിയാണ്, ഞാൻ ദേഷ്യപ്പെടുന്ന വ്യക്തി, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ദേഷ്യം മൂലം വീട്ടിലാകെ പ്രശ്നമാണ്, എല്ലാം പ്രശ്നങ്ങളായിട്ട് മാറുക. അത് വചനം പറയുന്ന പോലെ സങ്കീർത്തനം 52 പറയും, ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗര കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. ചില ആൾക്കുണ്ട്, നന്മ ഇഷ്ടമില്ല, തിന്മ ഇഷ്ടം, പാപത്തെ ഭയങ്കര ഇഷ്ടം ആണ്. പറയാണ്, നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. നുണ പറഞ്ഞ് നടക്കുന്ന ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവർക്കൊരു അപവാദം പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതൊരു ബന്ധന മക്കളെ. ശരിക്കും തിന്മയുടെ ശക്തി പ്രവർത്തനം നാവിലുള്ള കെട്ടാണത്, പാപത്തിൻ്റെ കെട്ടാണത്. ഈ നാവിൽ നിന്ന് കെട്ടഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കരമായ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. വീണ്ടും വചനം പറയാം,
വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. വഞ്ചന അവൻ അത് ഇവിടെ വചനം പറയാണ്, സങ്കീർത്തനം പറയാം, നിന്റെ നാവ് നിന്നെ വഞ്ചിക്കും. ചിലരുടെ ശത്രു അവരുടെ നാവ്, മറ്റൊന്നുമില്ല അവരുടെ ശത്രു, അവരുടെ നാവ് തന്നെ അവരുടെ ശത്രുവായിട്ട് നിൽക്കുകയാണ്. അവരുടെ നാവ് അവരെ വഞ്ചിക്കുന്നത് കാണാൻ പറ്റും. ആ പറയുന്നിടത്ത് തെറ്റ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അത് അവൻ സംസാരിച്ച് തന്നെ അവൻ്റെ തന്നെ തലക്കെട്ടടിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടാൻ, കൃപ കൊണ്ട് നിറയാൻ, ആത്മാവിൻ്റെ അഭിഷേകം നാവിന് കിട്ടാൻ ഇടയാകണം. ചിലർക്ക് ഭയങ്കര ഇഷ്ടം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ, കുറ്റപ്പെടുത്താനായിട്ട്, അവരെ അടിച്ചമർത്തുന്ന ചില വാക്കുകൾ പറഞ്ഞ്, ശാപത്തിൻ്റെ വാക്കുകൾ ചില പ്രത്യേകതരം സംസാരിച്ച് അവർ നാവിലൂടെ ഒരുപാട് തിന്മ വിതയ്ക്കുന്നത് കാണാൻ പറ്റും. അവർ ജോലി സ്ഥലത്ത് ഭിന്നത ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. വേറൊന്നുമല്ല, ഒരു ജോലി സ്ഥലത്ത് ഒരു ജോലി നഷ്ടപ്പെടുന്നത് അവന് നാവാണ്. നമ്മൾ പറയാറുണ്ട്, അവന് നാവിൻ്റെ കുഴപ്പമാണ്, അവന് നാവിൻ്റെ ഫലമാണ് അവന് ജോലി നഷ്ടപ്പെട്ടത്, പ്രമോഷൻ നഷ്ടപ്പെട്ടത്, അല്ലെ ചില പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടത്, ഒക്കെ നഷ്ടപ്പെടുന്നതിന് പിന്നിൽ സംസാരത്തിൽ വിശുദ്ധിയില്ല, കൃപയില്ലാത്ത സംസാരം, അഭിഷേകം നഷ്ടപ്പെട്ട സംസാരം. അത് വരുമ്പോഴേക്കും തിന്മ കയറി നമ്മളെ വേട്ടയാടുക, സാത്താൻ നമ്മെ വേട്ടയാടുന്നത് കാണാൻ പറ്റും. അവൻ്റെ വചനം പറയുക, ദൈവം നിന്നെ എന്നേക്കുമായിട്ട് തകർക്കുമെന്ന് പറയുക. സംസാരം കൊണ്ട് തെറ്റ് ചെയ്യുന്ന മക്കൾ ഓർത്തോണം, ദൈവം നിന്നെ എന്നേക്കുമായിട്ട് തകർക്കുമെന്ന് പറയുക. മറ്റുള്ളവർ തകർക്കുന്ന ആളുകൾ, സംസാരിച്ച് കുറ്റം പറഞ്ഞു കൊടുത്ത്, അപവാദം പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവർ തകർക്കുന്ന ജീവിതങ്ങൾ, ശത്രുവിനെ നിഘനിക്കാനുള്ള കരുക്കൾ നീക്കുന്ന മക്കൾ അവർ അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. വീണ്ടും പറയുക, ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതു കളയും. നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും, അവനെ പരിഹസിച്ച് അവർ പറയും, ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസം അർപ്പിച്ചു. ഇവിടെ പറയുന്നുണ്ട്, ഈ നാവ് പിഴയ്ക്കാൻ കാരണം ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യനായതുകൊണ്ടാണ്. ദൈവത്തിൽ അവൻ്റെ ഹൃദയം കൊടുത്തിട്ടില്ല. സമ്പൂർണ്ണമായിട്ട് ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുത്താൽ നിന്റെ നാവിലൂടെ തിന്മ വരികയില്ല. അതായത് നിന്റെ ഹൃദയത്തിന് അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ നിനക്ക് നാവിന് പിഴ വരയത്തില്ല, നീ തിന്മ പറയത്തില്ല, നിന്നോട് നാവിലൂടെ തിന്മ വരാൻ പറ്റത്തില്ല. അതായത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം പെന്തക്കോസ്താനുഭവം കഴിയുമ്പോൾ അവിടെ ഏറ്റവും അഭിഷേകം ഉണ്ടാകുന്നവരുടെ നാവിന്, അപ്പോസ്തലന്മാരുടെ നാവിന് അഭിഷേകം കിട്ടുക, പരിശുദ്ധാത്മാവ് പറയുക. അപ്പോഴാണ് ഒരു ഭാഷാവരത്തിൽ സംസാരിക്കുന്നത്, ഭാഷാവരത്തിൽ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ഹൃദയം നിർമ്മലമാക്കി കഴിഞ്ഞ ശേഷം അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ നാവിൽ ഒരു പുതിയൊരു ഭാഷ വരിക, കൃപ നിറയുന്നു, ഭയങ്കര ആനന്ദം നിറയുന്നു, ആത്മീയ ശക്തി ലഭിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അനുഭവങ്ങൾ കിട്ടുന്നു, ഭാഷാവരം കിട്ടുന്നു, അവർക്ക് പ്രവചനവരം കിട്ടുന്നു, അവർ പറയുന്ന വചനങ്ങൾ സംഭവിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അവരുടെ നാവുകളെ എടുത്തുപയോഗിക്കാൻ പറ്റുന്നു. അവർ വചനം കൊടുക്കുമ്പോൾ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു, വിശുദ്ധീകരിക്കപ്പെടുക. കാരണം വെച്ചാൽ നാവ് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നാവിൻ്റെ ഉത്ഭവം നമുക്കറിയാം. ശരിക്കും വചനത്തിലൂടെ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ, ഹൃദയത്തിൽ നിരാശ കെട്ടിക്കിടക്കുമ്പോൾ, ഹൃദയത്തിൽ ഭയം കെട്ടിക്കിടക്കുമ്പോൾ, ഹൃദയത്തിൽ വെറുപ്പ് കെട്ടിക്കിടക്കുമ്പോൾ, ഹൃദയത്തിൽ കോപം കെട്ടിക്കിടക്കുമ്പോൾ, ഹൃദയത്തിൽ ഭയം, അസ്വസ്ഥതകൾ നിറയ്ക്കുമ്പോൾ നമ്മൾ അതെടുത്ത് നമ്മൾ മറ്റുള്ള മുമ്പിൽ വിളമ്പുകയാണ്. അപ്പോൾ പലരുടെ ജീവിതങ്ങൾ തകർന്നു വെട്ടിമുറിക്കപ്പെടുകയാണ്, തകർക്കപ്പെടുകയാണ്. നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, അതായത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. ദൈവം പറയുക, ദൈവത്തിൻ്റെ നാവിലൂടെ ഒരു വചനം വെച്ച് ഈശോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. കാരണം അഭിഷേകം കിട്ടുകയാണ്, സംഭവിക്കുക. കാരണം അഭിഷേകമുള്ള നാവായിട്ട് പറ, വിലകെട്ടവ പറയാതെ. വ്യർത്ഥ ഭാഷണത്തിൽ മുഴുകുന്ന നാവ്, അത് അഭിഷേകം കിട്ടിയല്ല. ഒരിക്കലും വചനം ഗ്രഹിക്കുമ്പോൾ ചില ആളുകളുണ്ട്, ആത്മീയ അഭിഷേകം കിട്ടാൻ വേണ്ടി ഒരുപാട് ഓടാറുണ്ട്, പക്ഷെ സംഭവിക്കുന്നുണ്ട് അഭിഷേകം കിട്ടുന്നില്ല. സ്തുതിക്കുമ്പോൾ ഭയങ്കര സ്തുതിപ്പാണ്, പക്ഷെ ഹൃദയത്തിൽ അഭിഷേകം കിട്ടുന്നില്ല. കാരണം ഹൃദയത്തിൽ പാപം കെട്ടിക്കിടക്കുക. നമുക്കറിയാം, ഒരു തിന്മ കിടക്കുന്ന സ്ഥലം, ഒരു ഡോക്ടർ ഒരു രോഗി ഓപ്പറേഷൻ നടത്തുക, അപ്പോൾ അവൻ്റെ ഉദരത്തിനകത്ത് ഒരു ട്യൂമറോ അല്ലെങ്കിൽ രോഗമാണല്ലോ കോശങ്ങൾ കണ്ടുപിട്ടി, ഉടനെ അത് എടുത്ത് കളഞ്ഞിട്ടാണ് അദ്ദേഹം തുന്നിക്കെട്ടി അത് സൗഖ്യപ്പെടുത്തുന്നത്. അത് ചെയ്യാതെ ആ തിന്മ അവിടെ വെച്ചുകൊണ്ട് ആ ഒരു രോഗം അല്ലെങ്കിൽ അണുക്കൾ, അത് കോശങ്ങൾ, അഴുകിയ കോശങ്ങൾ അവിടെ വെച്ചിട്ടാണ് പോരുന്നതെങ്കിൽ എന്തേരം മുകളിൽ മരുന്ന് കൊടുത്താലും, വെന്തേരെ മുകളിൽ ദേഹത്ത് മരുന്ന് കൊടുത്താലോ അത് ഫലിക്കാതെ പോകുന്നത് കാണാൻ പറ്റും. കാരണം ഈ തിന്മ എടുത്ത് കളയും എന്ന് പറയല്ലോ. ഉള്ളിൽ ഹൃദയത്തിലെ പാപം കെട്ടി നിർത്തിയിട്ട് മുകളിൽ കിടന്ന് ആവി കൊടുത്ത് കുറെ പ്രാർത്ഥന നടത്തിയിട്ട് കുറെ സ്തുതിപ്പ് നടത്തുമ്പോൾ ഹല്ലേലൂയ പറയുമ്പോൾ അഭിഷേകം ഇറങ്ങത്തില്ല. അപ്പം അഭിഷേകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ സമ്പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോഴാ ഉള്ളിൽ തിന്മയുടെ ശക്തി വിട്ടുപോകുന്ന കാണാൻ പറ്റും. ഞാൻ കാണാറുണ്ട്, ഇവിടെ അഭിഷേക ശുശ്രൂഷ സമയത്ത് തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുമ്പോൾ ആളുകളെ ശിരസിൽ ഞങ്ങൾ കൈകൾ
വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾ താഴ്ത്തു വീഴുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ കാണാറുണ്ട് ഭയങ്കര ശബ്ദത്തോടെ തന്നെ എന്തോ ഒരു അന്ധകാരം ഇവരെ വിട്ടുപോകുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ശരിക്കും അവർ അത് കഴിയുമ്പോൾ ഒരു എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മുഖത്ത് വലിയ പ്രകാശം, ഒരു വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് കാണാൻ പറ്റും. ആ നിമിഷം സംസാരത്തിന് മാറ്റം വരിക. കാരണം ഉള്ളിൽ നിന്ന് എന്തോ തിന്മയുടെ ശക്തി എന്ന് വെച്ചാൽ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷം പകയും അഹങ്കാരവും ആസക്തികളും തെറ്റായ ബന്ധങ്ങളും ഉള്ളിൽ നിന്ന് കെട്ടഴിഞ്ഞ് പോയിട്ട് ആത്മാവ് അങ്ങ് നിറയണം. പരിശുദ്ധാത്മാവ് നാവിലേക്ക് നിറയണം. അപ്പോഴാ ശരിക്കും സ്തുതിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് പറയും ബന്ധനഴി കുടുംബത്തിലെ കെട്ടൊക്കെ അഴിഞ്ഞു പോകും. വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതൽ നമുക്ക് ലഭിക്കും. വചനം പറഞ്ഞ പോലെ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം എഴുതി വെച്ചിരിക്കുക. അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മുടെ നാവിലൂടെ അനുഗ്രഹം കിട്ടട്ടെ. അപ്പൻ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടട്ടെ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അഭിഷേകം കിട്ടട്ടെ. കാരണം നാവ് അനുഗ്രഹമായിട്ട് തീരട്ടെ. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് നാവിന് അഭിഷേകം ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നിടത്ത് അനുഭവങ്ങളുണ്ടാകും. മക്കൾ അനുസരിക്കും, പ്രിയപ്പെട്ടവർ അനുസരിക്കും, അത് കൂടെയുള്ളവർ അനുസരിക്കുന്ന അനുഭവം ഉണ്ടാകുക. കാരണം നാവിൻ്റെ വിശുദ്ധി, സ്നേഹം നിറഞ്ഞ വാക്ക്, നല്ല പ്രാർത്ഥിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ നല്ല വിശുദ്ധി നിറഞ്ഞ വാക്കുകൾ വരുമ്പോൾ കൃപയോടെ പ്രവർത്തിക്കുക. ബന്ധനം അഴിഞ്ഞു പോവുക. തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ വിട്ടുപോവുക. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയെല്ലാം വളരെ പ്രധാനപ്പെട്ടത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അവിടെ ഹൃദയത്തെ എത്രമാത്രം വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം സമർപ്പിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ, തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 24-25 വചനമുണ്ട്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും. ഉണ്ടോ? കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും. എനിക്കറിയാം, ചിലപ്പോഴൊക്കെ വലിയ രോഗശാന്തികൾ സംഭവിക്കാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിയുക, വർഷങ്ങളായിട്ട് പിണങ്ങി കഴിയുക. അവർ സംസാരിക്കുമ്പോൾ ഒരു ചേർച്ചയില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ കുടുംബം മുഴുവൻ ഭിന്നിക്കുക. മക്കൾക്ക് ഭിന്നത, മക്കൾ പോകുന്നിടത്തെല്ലാം തകർച്ചകൾ, എല്ലായിടത്തും പ്രശ്നം, ഒരു സന്തോഷമില്ല, സമാധാനമില്ല. എങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് പല ചിന്തിക്കാൻ പറ്റും. ഒരിക്കലൊരു അപ്പനമ്മ ഇതുപോലെ പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരിക, സീരിയസായ വിഷയം. അവസാനം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഈ അപ്പൻ്റെ കാല് പിടിക്കുക. അപ്പനോട് പറഞ്ഞു, അമ്മയുടെ കാല് പിടിക്കുക, നിങ്ങൾക്ക് പരസ്പരം കൈ കോർത്ത് പിടിക്കുക. ഞാൻ തലേക്ക് വെച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, നമ്മൾ ക്ഷമിക്കാൻ പറഞ്ഞു. ഉള്ളുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് ഉള്ളിൽ നിന്ന് കെട്ടഴിയട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ, സാത്താൻ വിട്ടുപോകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അഭിഷേകം കിട്ടാൻ പോവുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരിലേക്ക് കൃപയങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അവർ ശരിക്കും രണ്ടുപേർ വാവിട്ട് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് എൻ്റെ മുന്നിൽ വെച്ച് ക്ഷമ ചോദിച്ചു. അപ്പനും അമ്മയും ക്ഷമ ചോദിച്ചു. ഭയങ്കര അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് കാണുന്നത് ഈ അപ്പനും അമ്മയും തങ്ങളുടെ മക്കളെല്ലാണ്ട് കൂട്ടിക്കൊണ്ട് വരിക, എല്ലാവരും കൂട്ടിക്കൊണ്ട് അടുത്ത് വന്നു, പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഭയങ്കര കുടുംബം രക്ഷപ്പെട്ടു. കാരണം അപ്പൻ്റെ സംസാരത്തിലൂടെ, അമ്മയുടെ സംസാരത്തിലൂടെ ആ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകർന്നു കഴിയായിരുന്നു, തകർന്നു പോയി. ചിലരുണ്ട് പുറമേ സംസാരിക്കില്ല, ഉള്ളിലിരുന്നു കൊണ്ട് ചില മോശമായി സംസാരിക്കും, ഉള്ളിൽ മോശമായിട്ട് സംസാരിക്കും, ഉള്ളിൽ എതിർപ്പോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവിടെയൊക്കെ ബന്ധങ്ങൾ വന്നിരിക്കുക. സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, ബന്ധനത്തിൽ കഴിഞ്ഞ കുടുംബങ്ങൾ, പൈശാചികത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ. അവിടെ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ട പ്രാർത്ഥിക്കാം. റോമ 5:5 പറയുന്ന വലിയൊരു വചനം ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന വചനമായിരിക്കും. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും തന്നെ ദൈവം നമ്മൾ സംസാരിക്കുന്ന വചനം. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ, എനിക്ക് അനുതാപം തരണമേ, എൻ്റെ ഉള്ളിലുള്ള തിന്മകൾ എടുത്തു കളഞ്ഞിട്ട് എൻ്റെ നാവിനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. നാവ് വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃപ ലഭിക്കും. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി സ്തുതിപ്പാം. നന്നായിട്ട് ഹൃദയം കൊണ്ട് സ്തുതിക്കണം. ഹൃദയത്തിലൂടെ വന്നിട്ട് അധരത്തിലൂടെ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരത്തിലൂടെ വരേണ്ട ഒരു സ്തുതിപ്പുണ്ട്. അങ്ങനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് അഭിഷേകം കിട്ടും? ഒരു പ്രശ്നത്തിൽ നിൽക്കുക, നിങ്ങൾ അല്പനേരം സ്തുതിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയും. ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം വരിക, സ്തുതിച്ചാൽ മതി, അഭിഷേകം കിട്ടും. നിങ്ങൾ പള്ളിയിലിരിക്കുക, കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുക, ഭയങ്കര പല വിചാരം വരിക, തിന്മയുടെ ബന്ധനം വരിക, ഉടനെ നിങ്ങൾ അല്പനേരം ദൈവത്തെ ഹല്ലേലൂയ, യേശുവേ നന്ദിന്ന്, യേശുവേ സ്തുതി എന്നൊക്കെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ദൈവമേ ആരാധന പറയുക. അപ്പോൾ തന്നെ നാവിന് അഭിഷേകം കിട്ടുന്നവർക്ക് പെട്ടെന്ന് അഭിഷേകത്തിൽ വരാൻ പറ്റും.
കൃപയിൽ നിറയാൻ പറ്റും. ആത്മാവിൻ്റെ പക്ഷേ എവിടെയായാലും കിട്ടും, ഏത് പ്രതികൂല സാഹചര്യങ്ങളും കിട്ടും, ഏത് തകർച്ചയുടെ നിലവിൽ കിട്ടും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവിന് സഹായം കിട്ടണം. അതിനോട് നമുക്ക് എങ്ങോട്ടും ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് കൃപ തരാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയാണ് ഈ സ്തുതിപ്പിൻ്റെ അഭിഷേകം. പക്ഷേ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ സമയത്ത് അഭിഷേകം കിട്ടിയ മക്കൾ സ്തുതിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം വരും. ഉടനെ ബുദ്ധിയിലൊരു പ്രകാശം തെളിയുക, കാര്യങ്ങൾ വ്യക്തത കിട്ടുക, പോകേണ്ട വഴി തെളിഞ്ഞ് കിട്ടുക, ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുക. പക്ഷേ ഈ അഭിഷേകം നാവിന് കിട്ടണം. ഈ നാവിന് അഭിഷേകം കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമാക്കപ്പെടണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പാപം ചെയ്യില്ല, ചീത്ത വിളിക്കില്ല, തെറി വിളിക്കില്ല, മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന വാക്കുകൾ പറയില്ല, കുറ്റം പറയില്ല. കുറ്റം പറയുന്ന നാവുകൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടത്തില്ല. അഭിഷേകം കിട്ടിയാൽ നിലനിൽക്കത്തില്ല. കുറ്റം പറയുന്ന നാവുകളിലേക്ക് എന്തേരം അഭിഷേകം കൊടുത്തു, എത്ര ധ്യാനം കയറിക്കും, അവർക്ക് വിടുതൽ കിട്ടുന്നില്ല, അവർക്ക് പ്രാർത്ഥന വളരാൻ പറ്റത്തില്ല, സങ്കടത്തിലേക്ക് പോവുകയാണ്. മറ്റുള്ളവർക്ക് അപവാദം പറഞ്ഞ മക്കൾ, കോപിച്ച് നടക്കുന്ന മക്കൾ, അവർക്കൊന്നും അഭിഷേകം കിട്ടാതെ അവർ വിഷമിക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് സന്തോഷം കിട്ടുന്നില്ല. ഉള്ളിൽ എപ്പോഴും ഒരു സങ്കടമാണ്, ഉള്ളിൽ സങ്കടം. കാരണം വെച്ചാൽ അവരുടെ നാവ് തന്നെയാണ് അവരുടെ ശത്രു. അവരുടെ നാവിലൂടെ തന്നെയാണ് അവർക്ക് അവർ സങ്കടം, വേദന അവർ വിളിച്ചു വരുത്തിയത്. അവരുടെ വാക്കുകളിലൂടെ തന്നെയാണ് അവർക്ക് നാശം വിതച്ചിട്ട് അവർ തന്നെ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിന് തന്നെ എതിരെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ വളരെയധികം അനുദപിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അശുദ്ധമായ കാര്യങ്ങൾക്ക് ഇവിടെ നാവ് ഉപയോഗിക്കാതെ നാവിനെ വിശുദ്ധിയുള്ളതായി. നമുക്കറിയാം പരിശുദ്ധ കുർബാന നാവിലൂടെ സ്വീകരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കൃപ സ്വീകരിക്കുക നാവിലൂടെ. ആ നാവ് വിശുദ്ധമായിരിക്കണം, നല്ലത് സംസാരിക്കണം, നല്ലത് പറയണം, സ്നേഹത്തിൻ്റെ സംഭാഷണം, ക്ഷമയുടെ വാക്കുകൾ, വിശുദ്ധിയുടെ വാക്കുകൾ, പ്രാർത്ഥനയുടെ വാക്കുകൾ, അമിതമായിട്ട് സംസാരിക്കരുത്, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. അങ്ങനെ സ്നേഹത്തിന് അങ്ങനെ നാവ് വിശുദ്ധിക്കുമ്പോൾ ആ നാവിലൂടെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെടുക. കുർബാന സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ദിവ്യകാരണത്തിലൂടെ ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അല്ലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറവ് അല്ലെ ഹൃദയത്തെ അനുഭവപ്പെടുക ആ നാവിലൂടെ. ആ നാവ് വിശുദ്ധിയുള്ളതായിരിക്കണം. ഇന്ന് ഒരുപാട് തിന്മകൾ മനുഷ്യൻ നാവ് കൊണ്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൈവത്തിനെതിരെ ശപിക്കുന്നു, മറ്റുള്ളവർക്കെതിരെ ശാപവാക്കുകൾ പറയുന്നു, കുറ്റം പറയുന്നു. ഈ നാവ് വരുമ്പോഴേക്കും ഇവനെ പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടാതെ പോവുക. അതുകൊണ്ട് ഇവൻ്റെ ആവശ്യം നേരത്ത് കൃപ കിട്ടുന്നില്ല, അവന് പഠിക്കുന്നിടത്ത് അഭിഷേകം കിട്ടുന്നില്ല. ചില കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് അവരുടെ നാവ് മോശമാണ്, പാപത്തിൻ്റെ നാവ്, അതുകൊണ്ട് അവർക്ക് അഭിഷേകം കിട്ടുന്നില്ല, അതുകൊണ്ട് ഓർമ്മശക്തി ഒന്നും കിട്ടത്തില്ല, എല്ലാം തകരുക. ഒരു വളർച്ച കിട്ടും, പിന്നെ അങ്ങ് തകർച്ച, ഉയർന്ന് താഴെ വീഴുക. ഒത്തിരിയേറെ ജീവിതങ്ങൾ ഉയർന്ന് താഴെ വീഴുക. ബാബൽ ഗോപുരം പോലെയാണ്. അവർ സ്വന്തം ശക്തി കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ പണിത് ഉയർത്തി. അപ്പനമ്മമാരൊക്കെ അങ്ങനെ പണിത് ദൈവത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കരമായിട്ട് പണിത്. പക്ഷേ മണ്ട ചെന്നിട്ട് താഴോട്ടങ്ങ് വീഴുക, തകരുക, ജീവിതം തകരുക, ഏതെങ്കിലും വലിയ തെറ്റിനകത്ത് പോയി വീഴുക. കഴിഞ്ഞൊരു മകൾ പറയുമായിരുന്നു, ആ കൊച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുഞ്ഞാണ്, നന്നായിട്ട് പഠിക്കും, നല്ല കഴിവുള്ള കുട്ടി, നല്ല കൊച്ച്. പക്ഷേ ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ പോയി പെട്ടു. അവളും അവനും കൊണ്ട് ഭയങ്കര പ്രേമത്തിലായി, ചില പാപത്തിലേക്ക് പോലും പോയി. അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പറയുക, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവുക. അവൾ തകർന്നു പോയി, അവൾ ആത്മഹത്യയുടെ വക്കിലോട്ട് പോയി. അവൾ ആ സമയത്ത് ഓടി ധ്യാനിക്കാൻ വന്നു, അനുദപിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ അവളുടെ സംസാരം, അവൾ ഈ ചെറുക്കനോട്, ഈ കുട്ടിയോട് അമിതമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ അവളെ അങ്ങ് വീഴ്ത്തി. അത്രേ ഉള്ളൂ. അതോടെ പിന്നെ പാപത്തിലേക്ക് പോയി. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം, ഞാൻ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിലേക്കും നാശത്തിലേക്ക് പോയി. ഇപ്പോൾ അവൾ തകർന്ന് തരിപ്പണമായി, ആരുമില്ലാത്ത ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയപ്പോഴാണ് ധ്യാനം കൂടാൻ വന്നത്. ദൈവത്തിൻ്റെ കരുണ, അനന്തമായ കാരുണ്യം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്ത് അനുഗ്രഹമാക്കി മാറ്റി, അത്ഭുതം പ്രവർത്തിച്ചു. സാത്താൻ്റെ സൈന്യം വിട്ടുപോയി. ഇപ്പോൾ ആ കൊച്ചു ദൈവത്തിലേക്ക് തിരിച്ചു വരിക, കൃപയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, കൃപയിലേക്ക് കർത്താവ് തിരിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാവ് സൂക്ഷിക്കണം, സംസാരിക്കുന്നതൊക്കെ സൂക്ഷിക്കണം. അതാണ് ഈശോ പോലും പറയുന്നത്, സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത് പറയുമ്പോൾ എന്താ, ഈ വ്യർത്ഥ ഭാഷണങ്ങൾ ഒഴിവാക്കുക, വ്യർത്ഥ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. മറ്റൊന്നുമല്ല അർത്ഥം. വ്യർത്ഥ സംഭാഷണങ്ങൾ, ലൗകികമായ വ്യർത്ഥ സംഭാഷണങ്ങൾ ഒഴിവാക്കുക, മാറ്റുക. ഈ ലൗകികമായ വ്യർത്ഥ സംഭാഷണങ്ങളുടെ തിന്മയുടെ ശക്തികൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഒരുപാട് തകർച്ചകൾ നമുക്ക് വരും. അവിടെ നമുക്ക് നാവിനെ വിശുദ്ധീകരിക്കണം, പ്രാർത്ഥിക്കാം. നാവിനെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തെ സമ്പൂർണ്ണമായിട്ടും നമുക്ക് ഈശോ കൊടുക്കാം. പരിശുദ്ധമേ പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ തിരുഹിതം, നിൻ്റെ തിരുവചനം എന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല കുമ്പസാരം നടത്താം, ഹൃദയം വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അരൂപി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയും, അല്ലെങ്കിൽ പെയ്തിറങ്ങും. നമുക്ക് അഭിഷേകം കിട്ടും, ഈ കൃപയുടെ അഭിഷേകം കിട്ടും. ഇവിടെ വന്ന് ഒരുപാട് മക്കൾക്ക് ഈ കൃപ ലഭിക്കുന്നുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. വ്യർത്ഥ ഭാഷ ഒഴിവാക്കുക, ദൈവികമായ വിശുദ്ധമായ സംഭാഷണത്തിൽ നമുക്ക് ഏർപ്പെടാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തെ നവീകരിക്കണമേ, കൃപ കൊടുത്ത് നവീകരിക്കണം.
ഈ നിമിഷം തന്നെ കർത്താവെ എല്ലാ ഹൃദയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സംസാരത്തിലൂടെ വന്നു പോയ തെറ്റുകൾക്ക് മാപ്പി ചോദിക്കുന്നു. മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, സംസാരത്തിലൂടെ വന്നുപോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവെ, ഞങ്ങൾ പലരും ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നാശത്തിന് വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട്, കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്, മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവമേ, ശാപവാക്കുകൾ, അങ്ങനെ കുടുംബജീവിതത്തിൽ തന്നെ സമൂഹത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ മക്കളുണ്ട്. ദൈവമേ, ഭിന്നിപ്പുകളുണ്ടാക്കിയ മക്കളുണ്ട്, ഒരുപാട് പിളർപ്പുകളുണ്ടാക്കിയ മക്കളുണ്ട്. ദൈവമേ, അവരുടെ ഉള്ളുകളെ, ഹൃദയങ്ങളെ അവിടെ വിശുദ്ധീകരിക്കണം. അവരുടെ ഉള്ളിലുള്ള ആസക്തികൾ, അത്യാഗ്രഹം, ദുർമോഹങ്ങൾ, വഴിവിട്ട സ്വഭാവങ്ങൾ ഒക്കെ എടുത്തു കളയണമേ കർത്താവേ. ഈ സമയത്ത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ട് വിടുതൽ കൊടുക്കണമേ. സംസാരത്തിലൂടെ വന്നുപോയ ബന്ധനങ്ങൾ, അതുമൂലം ഉണ്ടായ കുടുംബ പ്രശ്നങ്ങൾ, തകർച്ചകൾ, കുടുംബനാശങ്ങൾ ദൈവമേ ഏറ്റെടുക്കണമേ കർത്താവേ. ഞങ്ങൾ നാവിലൂടെ വന്നുപോയ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപിക്കാൻ വേണ്ടി കർത്താവേ, അനുഭവം കിട്ടാൻ വേണ്ടി, അഭിഷേകം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ നാവുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ കർത്താവേ അതിനെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിച്ച് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ നാവിനെ അങ്ങയെ സ്തുതിക്കുവാൻ തക്കവണ്ണം, അങ്ങേക്ക് ഗാനം ആലപിക്കുവാൻ തക്കവണ്ണം, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, എല്ലാവരും സ്നേഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിച്ചേരണമേ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സമയത്ത് ഹൃദയം നവീകരിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 3:2 നാവിനെ ബന്ധിക്കുന്നു. നാവിൻ്റെ മേലുള്ള തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകട്ടെ, പാപത്തിൻ്റെ ബന്ധനം വിട്ടുപോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ. ഈ സമയത്ത് അനേകർക്ക് അഭിഷേകം കിട്ടട്ടെ. എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. മാപ്പ് ചോദിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കർത്താവേ, എൻ്റെ നാവിലൂടെ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. അങ്ങനെ എല്ലാവരും കർത്താവേ പരസ്പരം ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് ഐക്യത്തിലേക്ക് വരട്ടെ. അങ്ങ് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടട്ടെ, പുനരുദ്ധരിക്കപ്പെടട്ടെ. അഭിഷേകം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ, പരിശുദ്ധാത്മാവോട് കുടുംബങ്ങൾ നിറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവോട് കുടുംബങ്ങൾ നിറയട്ടെ. വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ സമയത്ത് സംഗീതം 119:11 അഭിഷേകം തരണമേ കർത്താവേ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൃപ തരണമേ. ലൂക്കാ 2:19 2:51 അഭിഷേകം. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗർഭം ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ യാത്ര ചെയ്യുവാൻ, സംസാരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. ഈ സമയത്ത് ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളിലേക്ക് അനുഗ്രഹം കൊടുക്കട്ടെ. ചെയ്തുപോയി തെറ്റുകളെ ഓർത്ത് അനുദപിക്കുവാനും പരസ്പരം ക്ഷമ ചോദിക്കാനും കൃപ ലഭിക്കട്ടെ. എല്ലാവരും സ്നേഹിക്കാനുള്ള ഹൃദയം കൊടുക്കണമേ. എല്ലാവരും സ്നേഹിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, പരിശുദ്ധാഭിഷേകം നിറയട്ടെ. സാത്താനെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യാക്കോബ് 3:2 ബന്ധിക്കുന്നു. സംഗീതം 139 വലിയൊരു അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം, സംരക്ഷണം കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ ഈ സമയത്ത് എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ കരം ഈ മക്കൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. കർത്താവ്, ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കണമേ, ചിന്തകളെ നിയന്ത്രിക്കണമേ. അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങൾ നിയന്ത്രിക്കണമേ. ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഞങ്ങൾ നിറഞ്ഞു പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ